ഹായ് സർ, ഗുഡ് മോർണിംഗ്. ശരിക്കും എന്താണ് ദി ബീക്കൺ? അക്കാദമിക്കലി ബാക്ക്വേർഡായി നിൽക്കുന്ന കുട്ടികളെ, അതുപോലെ പെർഫോമൻസിൽ വളരെ വീക്കായിട്ടുള്ള കുട്ടികളെ, നല്ല ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ, സൈലൻ്റ് ആയിരിക്കുന്ന കുട്ടികളൊക്കെ, അതുപോലെ ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാരൻസിനെയും ടീച്ചേഴ്സിനെയും, ഇവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടുന്ന സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ദി ബീക്കൺ. പ്രത്യേകിച്ചും ദി ബീക്കൺ നൽകുന്ന സർവീസുകൾ റെമഡിയൽ കോച്ചിങ്, മെൻറ്ററിങ്, കൗൺസിലിങ്, അതുപോലെ ട്രെയിനിങ്ങുകളൊക്കെയാണ്. സർ, ഈ ദി ബീക്കൻ്റെ ആടുകളിലൊക്കെ കാണാം റെമഡിയൽ, മെൻറ്ററിങ്, കൗൺസിലിംഗ്, ട്രെയിനിങ് എന്നൊക്കെ. അതൊക്കെ എന്താ? യെസ്, ഇതെല്ലാം ദി ബീക്കൻ്റെ സർവീസസ് ആണ്. സർ, ഈ റെമഡിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് റെമഡിയൽ എന്ന് പറഞ്ഞാൽ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന അക്കാദമിക്കലി ബാക്ക്വേർഡായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയ ഒരു ട്രെയിനിങ് മെത്തേഡാണ് റെമഡിയൽ. ഈ നമ്മളെടുത്ത് എത്തുന്ന കുട്ടിയൊക്കെ റെമഡിയൽ ആണ് ആവശ്യം എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അക്കാദമിക്കലി ബാക്ക്വേർഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് നടത്തിയിട്ട് ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കോച്ചിങ്ങാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? നമ്മുടെ അടുത്തേക്ക് ഒരു പ്രശ്നമുള്ള ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിലൂടെ കുട്ടികളുടെ പ്രശ്നം മനസ്സിലാക്കുകയും ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു പിക്ചർ വെച്ചുകൊണ്ട് കുട്ടികളുടെ എന്താണോ പ്രശ്നം അതിന് 15 ദിവസത്തെ റെമഡിയൽ കൊടുത്തുകൊണ്ട് ഉറപ്പായ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റെമഡിയൽ ക്ലാസ് കിട്ടുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത്? ചില കുട്ടികൾ ഈ ഭാഷാപരമായ, അതായത് ലാംഗ്വേജിൽ പ്രശ്നമുള്ള കുട്ടികളുണ്ടാവും. ചില കുട്ടികൾക്ക് ചിഹ്നങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പ്രശ്നം ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് മാത്സിലായിരിക്കും പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനുള്ള റെമഡിയൽ കൊടുത്താൽ അത് 100% റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, നമുക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കുട്ടീനെ കുറിച്ച്? നമ്മുടെ അടുത്ത് വന്ന ഒരു കുട്ടി, ഒരു മിറർ റൈറ്റിംഗ് ആയിരുന്നു ആ കുട്ടിയുടെ പ്രോബ്ലം. 10 ദിവസം കൊണ്ട് ആ കുട്ടിയുടെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. ഈ കുട്ടി വന്ന സമയത്ത് വളരെ സൈലൻ്റ് ആയിരുന്നു. കുട്ടി ഒരു സാഡ് മൂഡിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു. ആത്മവിശ്വാസം കുറവായിരുന്നു. അതുപോലെ മെമ്മറിയിൽ നിൽക്കുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ റെമഡിയൽ കൊടുത്ത സമയത്ത് ഈ കുട്ടിക്ക് അക്കാദമിക്കലി മുമ്പോട്ട് വരാൻ തുടങ്ങി, പഠനത്തിൽ ശ്രദ്ധ വരാൻ തുടങ്ങി, കൂടുതൽ സമയം പഠിക്കാൻ തുടങ്ങി, അതുപോലെ ഈ മെമ്മറിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ ഒരു ലെവലിലേക്ക് മാറിയതോടുകൂടി കുട്ടിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ, കുട്ടിയേക്കാളും കൂടുതൽ എഫക്റ്റ് ചെയ്തത് പാരൻറ്റിനാണ്. പാരൻറ്റിന് എൻ്റെ കുട്ടിയിൽ മാറ്റം വന്നു എന്നറിഞ്ഞതോടുകൂടി നല്ല ആത്മവിശ്വാസം പാരൻറ്റിനും ഉണ്ടാക്കാൻ പറ്റി. ഈ സ്ക്രൈബ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സർവീസ് ദി ബീക്കണിലുണ്ടോ? തീർച്ചയായിട്ടും 99% കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് കുട്ടിയിൽ ആക്ടിവിറ്റിയിലൂടെ, ആ കുട്ടിക്ക് ചിലപ്പോൾ മെമ്മറിയിൽ നിൽക്കാത്തതോ അല്ലെങ്കിൽ എഴുത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാവാം. അത് നമ്മൾ കുറേ ആക്ടിവിറ്റിയിലൂടെ കുട്ടിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുകയും ആ ഇമ്പ്രൂവ്മെൻറ്റ് കുട്ടിയുടെ അക്കാദമിക് ലെവലിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിന് ഇതുപോലെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില റെമഡിയൽ കൊടുത്തുകൊണ്ട് 99% റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ദി ബീക്കൻ്റെ സർവീസുകളിലുള്ളതാണല്ലോ മെൻറ്ററിങ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളടുത്ത് വരുന്ന കുട്ടികൾ അവരുടെ അക്കാദമിക് ലെവലിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് സപ്പോർട്ടോടുകൂടി അവരുടെ അക്കാദമിക് ലെവൽ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിന് നമ്മളെ സെൻറ്ററിൽ വിളിച്ചു വരുത്തി ഒരു ക്യാമ്പ് പോലെ അവർക്ക് അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിലൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് എത്രത്തോളം ഫലപ്രദമാകും? ഇപ്പോഴത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ കൗൺസിലിംഗ് ആവശ്യമായി വരുന്നത്. കാരണം പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഭയപ്പെടുത്തിയിട്ട്, അത് സ്കൂളുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഒക്കെ അടി കിട്ടും, അല്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പം കുട്ടികൾക്കൊരു ഭയം ഉണ്ടാകും. അതിലൂടെ ആയിരുന്നു ഒതുങ്ങി നിന്നിരുന്നത്. പക്ഷേ ഇന്ന് മക്കൾ ഭയങ്കര സ്പീഡിൽ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിനാണ് മക്കൾക്ക്. അതുകൊണ്ട് തന്നെ അവർ പഴയ ആളുകളെക്കാളും കൂടുതൽ ചിന്തയിലേക്കുമൊക്കെ പോകുന്നുണ്ട്. ഈ ആധുനിക ടെക്നോളജികൾ വ്യാപകമായതോടുകൂടി സോഷ്യൽ മീഡിയയും അതുപോലുള്ള മാധ്യമങ്ങളിലുമൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നത് എത്രത്തോളം മൂല്യത്തിന് എതിരാണോ അതിനനുസരിച്ച് കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങളുണ്ടാകുന്നു. പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ മാനസികമായ പ്രശ്നങ്ങൾക്ക് കൗൺസിലിങ്ങിലൂടെ അവരെ കേട്ടുകൊണ്ട് പ്രശ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവരിലൂടെ തന്നെ നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത്. കൗൺസിലിംഗ് സെക്ഷനിൽ മറ്റെന്തെല്ലാം സർവീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അതായത് ഇപ്പം ഫാമിലികളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും.
ഫാമിലി ഇഷ്യൂസിന് ഒരുപാട് ഡൈവോഴ്സ് കേസുകളൊക്കെ ഒരുപാട് വരുന്നു. ഇതിൽ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു കൗൺസിലറുടെ സഹായത്തോടു കൂടി ആ പ്രശ്നങ്ങൾ എവിടെയാണോ പ്രശ്നമുള്ളത് ആ കോസ് മനസ്സിലാക്കി അവിടെ നമ്മൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവർക്ക് കണ്ടെത്തി കൊടുക്കും. അതേപോലെ തന്നെ കപ്പിൾസ്, ന്യൂലി മാരീഡ് കപ്പിൾസിനൊക്കെ ഉണ്ടാകുന്ന അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ഒരു വിദഗ്ധനായ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുകയും അവരിലൂടെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആളുകൾക്കൊരു ധാരണയുണ്ട്, ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ രോഗത്തിനുള്ള ചികിത്സയാണ്. ശരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാനസികമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ചിന്തയിൽ ഒരു ബ്ലോക്ക് വരുന്ന സമയത്ത് അത് ഒരാളുടെ സപ്പോർട്ടോടു കൂടി അതിനെ അനലൈസ് ചെയ്ത്, അതൊരു വിദഗ്ധനായ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടി അതിനെ അനലൈസ് ചെയ്ത് അതിൽ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ശരിക്കും കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക പ്രായമോ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നം വരുന്നതിന് മുന്നേ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിൻ്റെ തുടക്കം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഇരുന്ന് ഇത് ഷെയർ ചെയ്തുകൊണ്ട് അതിലുള്ള പ്രശ്നത്തെ മനസ്സിലാക്കി അതിനെ ആ റൂട്ടിൽ തന്നെ അതിനെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. നമ്മളെ കരിയറിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഉള്ള ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ചില സമയത്തുണ്ടാവും. ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഡിപ്രഷനിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾക്കൊരു വിദഗ്ധനായൊരു കൗൺസിലറുടെ സേവനം കിട്ടിയാൽ ചിലപ്പം അത്രയും സിവിയർ ആവാതെ ആ പ്രശ്നത്തെ അവിടെ തന്നെ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ദി ബീക്കണിലുള്ള ഒരു സെക്ഷനാണല്ലോ ട്രെയിനിങ്. ഇത് ആർക്കാണ് കൊടുക്കുന്നത് കൂടുതലായിട്ട്? കുട്ടികൾക്കാണോ, പാരൻറ്റിനാണോ, ടീച്ചേഴ്സിനാണോ? യെസ്, ദി ബീക്കണിലുള്ള എല്ലാ ട്രെയിനിങ്ങുകളിലും പ്രായമൊന്നുമില്ല, ഓരോ വിഭാഗത്തിലുള്ള ആളുകൾക്കും കൊടുക്കുന്നു. അത് കുട്ടികൾക്കുണ്ട്, പാരൻസിനുണ്ട്, മുതിർന്നവർക്കുള്ളതുണ്ട്, യൂത്തിനുള്ളതുണ്ട്, എല്ലാം ടീച്ചേഴ്സിനടക്കമുണ്ട്. ഇതിൽ ട്രാൻസ്ഫോർമേറ്റീവ് ട്രെയിനിങ് ആണ്. സൈക്കോളജിക്കലായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഇന്നർ സെൽഫിലുണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ ദി ബീക്കണിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഉദാഹരണത്തിന് ദി ബീക്കണിലേക്ക് ഒരു ആൾ വരികയാണ്, ആ ആൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇയാൾക്ക് ട്രെയിനിങ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ചില ആളുകൾക്ക് അവർക്കൊരു നീഡ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു നീഡ് ഉണ്ടാവും, അവർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ള ആ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയയിൽ ഉള്ള ട്രെയിനിങ് അവരെടുക്കും. ഉദാഹരണത്തിന് പറയാം, ഒരു പാരൻറ്റിനെ സംബന്ധിച്ച് പാരൻസിന് ഒരു ട്രെയിനിങ്ങും കിട്ടുന്നില്ല ഒരു പാരൻ്റ് ആവാനുള്ളത്. പക്ഷേ അവർ കുട്ടികൾക്ക് ജന്മം നൽകി അവർ വളർത്തി വരുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, ഇതിന് എനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം, എനിക്കിതിനൊരു ട്രെയിനിങ് കിട്ടണമെങ്കിൽ ഇത് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഞാനും കുട്ടിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് അവർ മനസ്സിലാവും. അപ്പോൾ അതിൽ പാരൻസിനുള്ള ട്രെയിനിങ് അവർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടിയെ മനഃശാസ്ത്രപരമായ രീതിയിൽ എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും, എന്നാൽ എൻ്റെ പേഴ്സണൽ ഞാൻ എടുക്കാതെ അവിടെ ഞാനൊരു മെൻറ്ററായി അല്ലെങ്കിൽ റോൾ മോഡലായി നിൽക്കാൻ കഴിയുമെന്ന് ഈ ട്രെയിനിങ്ങിലൂടെ ആ പാരൻറ്റിന് മനസ്സിലാവും.